നമ്മളിപ്പോ നിൽക്കുന്നത് മണ്ണാർക്കാട് നടമാളിക റോഡിലാണ്. നടമാളിക റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. പണി ഇന്ന് നടത്തും നാളെ നടത്തും എന്ന് പറഞ്ഞ അധികാരികളും റോഡിന്റെ വികസനത്തിന് കാത്തു നിൽക്കുന്ന ജനങ്ങളുടെയും ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് കടക്കാം. മണ്ണാർക്കാട് നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് മണ്ണാർക്കാട് ആശുപത്രിപ്പടി നടമാളിക റോഡ്. എന്നാൽ കുറെ കാലങ്ങളായി ആ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുവാനായി ഉപയോഗിക്കുന്ന പ്രധാന പാതയായിട്ടും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ആംബുലൻസിന് പോലും പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ നടമാളിക റോഡ്. ഞാനിവിടെ മണ്ണാർക്കാട് നടമാളിക റോഡില് 10-30 കൊല്ലത്തിന്റെ മേലായി ഇവിടെ പലർക്കും അടച്ചിടം ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ പേര് രാംകുമാർ എന്നാണ്. അപ്പോൾ ഈ റോഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. മഴ പെയ്താ ഇങ്ങനെ ഈ കുണ്ടും കുടിയിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. വണ്ടികൾ പോകുമ്പോൾ ചെളി തെറിക്കുകയാണ്. ഇനി വെയിലടിച്ച ഭയങ്കര പൊടിയാണ്. ഒരു ദിവസം 2-3 പ്രാവശ്യം കട മുഴുവൻ തുടച്ചു വെക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ ഞങ്ങൾ ഈ പ്രശ്നം ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. അപ്പോ കൗൺസിലർ പറഞ്ഞത് പിന്നിങ്ങനെ ഇത് റോഡിന് പാസ്സായിട്ടുണ്ട്, കട്ട പതിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞിട്ട് ഇപ്പൊ 2-3 മാസമായി പണിയൊന്നും നടന്നിട്ടില്ല. പാച്ച് വർക്കുകളൊന്നും ചെയ്യാൻ അവർ ഒന്നും ചെയ്തിട്ടില്ല. പാച്ച് വർക്ക് ചെയ്തതാണ്, അത് ചെയ്തിട്ട് എന്താ കാര്യം? അത് വെറുതെ പേരിനൊരു പാച്ച് വർക്ക് ചെയ്തതാണ്. അത് ഒരു 10 ദിവസം കൂടി നിന്നില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മഴ പെയ്താ വെള്ളം ശരിക്കും ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇല്ല. റോഡിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ചാലുള്ളത്. വരുന്നവര് വെറുതെ റോഡ് നേരാക്കി പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? ആദ്യം എഞ്ചിനീയർമാർ വന്ന് നോക്കണം ഇവിടെ മഴവെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടോ. അത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം കട്ടപതിക്കലായാലും റോഡ് നേരാക്കലായാലും. അതിവിടെ നടക്കണില്ല. വെറുതെ ഒരു വഴിപാടിനെ പോലെ റോഡ് നേരാക്കിയിട്ട് പോവും. പിന്നെ അത് ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും പിന്നെ ഇതേപോലെയാണ് അവസ്ഥ. മണ്ണാർക്കാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. ഒരു വാഹന ബ്ലോക്ക് ഉണ്ടായാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനാവാതെ കിടക്കുന്ന അവസ്ഥയിലാണ് റോഡ്. സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ദിനം പ്രതി കടന്നു പോകുന്ന ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ ദുരവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് AIYF സമരം ചെയ്തിരുന്നു. 3 മാസം മുൻപ് ഉദ്യോഗസ്ഥർ വന്ന് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും ഇപ്പോഴും അതിന് മാറ്റമില്ലാതെ തുടരുന്നതിനെക്കുറിച്ചും AIYF മണ്ഡലം സെക്രട്ടറി ബോബി ജോയ്, CPI ലോക്കൽ സെക്രട്ടറി അബു റജ് എന്നിവർ മണ്ണാർക്കാട് ന്യൂസ് അപ്ഡേറ്റ്സിനോട് പറഞ്ഞു. പ്രിയപ്പെട്ട പൊതുജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട് നമ്മൾ പ്രതീക്ഷക്കപ്പുറം ഇപ്പൊ കാണുന്നുണ്ട് പല ഭാഗത്തും. പിന്നെ പല കൗൺസിലർമാരും നെട്ടോട്ടോടുക. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ ലൈറ്റ് ഫിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോന്ന് അറിയാനും കുറെ നാളുകളായിട്ട് പല പ്രയാസങ്ങളും, തോരാപുരം കോളനിയിലെ പ്രയാസങ്ങള്, അതുപോലെ നടമാളിക റോഡ്. ഞങ്ങൾ AIYFന്റെ പ്രവർത്തകര് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി, കാരണം പണി ഉടനെ പൂർത്തിയാകും എന്ന് പ്രഖ്യാപിച്ചു ചെയർമാൻ. അത് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി AIYF അവിടെ സമരം നടത്തി. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പറയണ്ടായി. ഞങ്ങൾ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനല്ല, ഇവിടെയുള്ള പൊതുജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഓരോ സമരങ്ങളുടെയും ലക്ഷ്യം. കഴിഞ്ഞ ജൂൺ മാസം 23-ാം തീയതി കഴിഞ്ഞ ജൂൺ മാസം ഞങ്ങളൊരു സമരം നടത്തി. അതുമായി ബന്ധപ്പെട്ട് 2-3 പത്രസമ്മേളനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ചെയർമാനെതിരെ പറഞ്ഞുവെന്നും ചെയർമാൻ പറഞ്ഞുവെന്നും, ഒരിക്കലും ചെയർമാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെയാണ് ഞങ്ങൾ പറയുന്നത്. വ്യക്തിപരമായിട്ട് ബഹുമാനപ്പെട്ട ഫായിദ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല നമ്മൾ അധിക്ഷേപിക്കുന്നത്. നമ്മൾ അവർക്കെതിരെയല്ല നമ്മൾ ഈ സമരം നടത്തുന്നത്. നമ്മൾ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് എന്താണ് അവിടുത്തെ അവസ്ഥ? അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, എത്ര മാസങ്ങളായി? ഇനി എന്നാണ് ഈ അവിടെ വർക്ക് ഒരു കുഴിയടക്കൽ പ്രക്രിയയെങ്കിലും ആ ഭാഗത്ത് നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അതിലെ പോകുന്ന ജനങ്ങളുടെ നട്ടെല്ലൊടിയില്ലായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ നേരിട്ട് കണ്ടിരുന്നു. അവിടെ എത്രയോ ആളുകൾ വീണു പോകുന്നത്. മഴ പെയ്താൽ വെള്ളക്കുണ്ടാവും. ഈ വീണു പോകുന്ന ഒരു അവസ്ഥയും അവിടെ സംജാതമാവാറുണ്ട്. മണ്ണാർക്കാട് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നടമാളിക റോഡ്. ഈ റോഡ് തകർന്നടിഞ്ഞിട്ട് ഏകദേശം 7 മാസം പിന്നിടുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം AIYF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരം നടത്തിയിരുന്നു. എന്നാൽ അന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞത് അവിടെ ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നാണ്. എന്നാൽ നാളിതുവരെയായും
അവിടെ റോഡ് നേരാക്കാൻ പോയിട്ട് അതിലെ കുഴികൾ അടയ്ക്കാൻ പോലും മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ AYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനിയുള്ള നാളുകളിൽ ശക്തമായ പ്രതിഷേധ സമരമായി ഞങ്ങൾ മുന്നോട്ട് വരും. റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് യുവജന സംഘടനകൾ.